എല്ലാവർക്കും നമസ്കാരം. ജംഷീർ കാ നമ്മള് കാർ കൊടുക്കാന്ന് പറഞ്ഞപ്പോ കുറച്ചായി, 2 മാസം. പിന്നെ 2 മാസം ഇടയ്ക്ക് ഒരു വിളിക്കുന്ന സമയത്ത് അന്ന കിട്ടായിട്ടാണ്. ഇന്നലെ വന്നിട്ട് ബുധനാഴ്ച കൺഫേം ഉണ്ട് പറഞ്ഞ് ഓരോട് സ്റ്റേ കൊടുത്തു. പാവം റൂമിൽ നിന്ന് ബുധനാഴ്ച കൺഫേം എന്നോട് പറഞ്ഞോ? ഇല്ല, അല്ല എന്നോട് പറഞ്ഞു, വിളിച്ചു പറഞ്ഞല്ലോ, മുമ്പ് വിളിച്ചു പറഞ്ഞല്ലോ പറഞ്ഞു. അപ്പൊ എന്തായാലും നമ്മളിതാ അവസാനം അവിടെ എത്തി നിൽക്കാണ്. കൊടുക്കാണ് തിരുച്ചി നമ്മൾ മഞ്ഞാന്ന് ഇന്നലെ രാവിലെ എത്തി എത്തിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഓരോ ഞായറാഴ്ച വിളിച്ചു പറഞ്ഞ് ബുധനാഴ്ച വന്നോളിന്ന്. പക്ഷെ നമ്മൾ എത്തുമ്പോൾ ഇന്നലെ രാവിലെ ആയി പോയി. രാത്രി ഫുൾ നൈറ്റ് ഡ്രൈവ് ആയിട്ട് വന്നങ്ങനെ കൊടുക്കുന്നത് നമ്മൾ ആൾട്ടോ വന്ന് സൂപ്പറായിട്ട് നമ്മൾ വാഗണർ അത് കിട്ടുന്ന കാരണം കിട്ടുന്നത് നമ്മൾ അതിനെപ്പറ്റി അന്വേഷിച്ച സമയത്ത് അങ്ങനെ കിട്ടുന്ന ഒരാളെന്നാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നറുക്കെടുത്ത് നിങ്ങളെ കാണിച്ചിരുന്നു. അപ്പോൾ ഗഫൂർ ഭായ് ആണ് വണ്ടി കിട്ടിയിട്ടുള്ളത്. ഗഫൂർ ഭായ് ഫാമിലിയോട് വന്നിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. വന്നോളൂ. സ്വാഗതം. എന്ത് തോന്നിപ്പോ? സന്തോഷമാണോ? സന്തോഷം. കിട്ടുന്ന വിചാരിച്ചിരുന്നോ? അന്ന് ആ വീഡിയോ കണ്ടോണ്ടിരുന്നപ്പോൾ കിട്ടുന്നത് എന്തൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു? 20 പേരിലാണ് നമ്മൾ നറുക്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് മക്കൾ, ഇതാണ് വൈഫാണ്. ഓക്കെ, അപ്പോൾ വീടെവിടെ പ്രോപ്പർ വരുന്നത്? കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ല. അപ്പോൾ അത്രയും ലോകം പോകണല്ലേ ഇപ്പോൾ? തളിപ്പറമ്പ്. അത്രയും ലോകം ഇപ്പോൾ പോകണം. ഓക്കെ, എന്തായാലും ഹാപ്പി അല്ലേ? ഓക്കെ, എന്തായാലും അടിപൊളിയാവട്ടെ. ഓക്കെ, ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? കാറില് എവിടെ പോണേ? ടൂർ വന്നില്ലേ? ഉഷാറാവട്ടെ കേട്ടോ. സെറ്റല്ലേ? സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെലിവറി കൊടുക്കാം. അതെ. അപ്പൊ നമ്മള് പുള്ളിക്ക് കാറ് കൊടുത്തു, അവര് പോയി. സന്തോഷം. നല്ല കിട്ടുന്ന കറക്റ്റായിട്ട് വണ്ടി കിട്ടുന്ന ആളാണ്. നല്ല വണ്ടി കൊടുത്തു. ഒന്നും ഇപ്പൊ ചെയ്യാനില്ല. ഇൻഷുറൻസ് വരെ പുതിയ എടുത്തു കൊടുത്തു. 4 ബ്രാൻഡ് ന്യൂ ടയർ ഉണ്ട്. ഓയിലെല്ലാം മാറ്റി ഒക്കെ ചെക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് ബ്രേക്ക് ചെക്ക് ചെയ്തു. പിന്നെ ഒരു ബെൽറ്റ് മാറി എല്ലാം ഓൾ സെറ്റാണ്. കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൊടുത്ത് കാര്യമില്ല. കൊടുക്കുന്ന അയാൾക്കൊരു ഉപകാരം വേണ്ട. പിന്നെ നല്ല സാധനം കൊടുത്ത്, അല്ലാതെ മൂല കിടക്കുന്ന നാനോയും ഫോർഡ് ഫിഗോ നമ്മൾ കൊടുക്കണേ. നല്ല ഒറിജിനൽ വേറെ കൊടുത്ത് ധാരം വെച്ച് പറഞ്ഞല്ലോ കേട്ടോ. അതുപോലെ ജീവൻ കൊടുത്ത് ആരും വെച്ച് പറഞ്ഞല്ല. നമ്മൾ ഐഡിയ ചെയ്തതിൽ ചില ആൾക്കാർക്ക് അഭിപ്രായ 4 മക്കളുള്ള ആൾക്കാർക്ക് മാത്രം കൊടുത്തതിൽ വിഷമമുണ്ട്. അപ്പൊ അത് പ്രശ്നമില്ല. നമ്മൾ അടുത്ത സാധനം ഔട്ടാക്കുന്നുണ്ട്. ഇൻസ്റ്റാ പേജ് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ സാധനം ബമ്പ സാധനം കൊടുക്കുന്നുണ്ട്. ബമ്പ സാധനം. അപ്പൊ ഇങ്ങനെ 4 മക്കളൊന്നും വേണ്ട. ആർക്കാച്ചാല് അപ്പൊ സ്റ്റോക്ക് ഇന്നത്തെ സ്റ്റോക്ക് പിന്നെ ഹോൾസെയിൽ വിലയാണ്. കമ്പിൽ എല്ലാ വണ്ടിക്കും വില കുറച്ചല്ലോ. പൊടുത്തപ്പെട്ട് ആകെ നമ്മളൊക്കെ കയറടിച്ച് നിൽക്കുക, തൂങ്ങാൻ വേണ്ടി നിൽക്കുക, ഉള്ളിൽ പൊട്ടിച്ച് വിൽക്കുക. നമ്മൾ പിന്നെ ബോട്ട് വാങ്ങാൻ പോവാ, മീൻ പിടിച്ച് പോകാൻ പോവാ. അതാ ഈ ഒരു മാസമായിട്ടേ നമ്മൾ ഈ മാസം നമ്മൾ ആകെ വിറ്റ വണ്ടിയിട്ടുള്ള സത്യം പറയാലോ, നമ്മളാകെ 5 വണ്ടിയിട്ടുള്ളൂ. നമ്മളെങ്ങാട്ടി വിൽക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷെ എല്ലാവരും പുകമാരാൻ പോയി 10 മിനിറ്റ് 20 മിനിറ്റ് ഒന്നും കാണില്ല. സെവ്ഡിയും കച്ചവടം പോണേ. അപ്പൊ നമ്മൾ പുതിയ ബിസിനസ്സിൽ നീക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ ഡെവലപ്മെന്റ് ചെയ്ത് കൊടുക്കാൻ വണ്ടി വിടില്ല. അപ്പോൾ തൽക്കാലം നമ്മൾ വണ്ടിയൊക്കെ വില കുറച്ച് കൊടുക്കാൻ പോവാണ്. നമ്മളെ കൈകാര്യം ചെയ്ത് കൊടുത്താൽ വില കേട്ടോ. പൊട്ടിച്ച് കൊടുത്താൽ ഒന്നും നോക്കണ്ട, ബോട്ട് വാങ്ങാൻ മീൻ അടിക്കുക. ആദ്യം ഏറ്റവും ന്യൂ ഷേപ്പ് ഹോണ്ട സിറ്റിയിൽ നമുക്ക് തുടങ്ങാം. KL 59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വാഹനമാണ്. ഇപ്പൊ കാർ എടുത്ത് പോയ ആൾ തളിപ്പറമ്പാണ് അല്ലേ? അതെ, കാർ എടുത്ത് പോയ ഒരു കുറച്ചും കൂടി പോകാൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ വരുന്നത്? ഇത് 2022 മോഡൽ. 22 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പാണ്. 45,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ വണ്ടി. പെട്രോൾ ഏത് ഓപ്ഷൻ V ആണ് വരുന്നത്. V എന്ന് പറയുമ്പോൾ പുഷ് ബട്ടൺ അലോയ്സ് അതൊക്കെ വരും. ടോപ്പിലേക്ക് പോകുമ്പോൾ എയർബാഗ് എണ്ണം കൊണ്ടും സൺറൂഫും ആ ഒരു മാറ്റമാണ് വരുന്നത്. VX ZX അങ്ങനെയാണ് ഓപ്ഷൻസ് വരിക. ഓക്കെ, ടയേഴ്സും നല്ല അടിപൊളിയാണ് അല്ലേ? ഇതിൻ്റെ 4 ടയറും ഓക്കെയാണ്. ഫുൾ കട്ട ടയറാണ്. ഓക്കെ, വേറെ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ചെറിയ ടച്ചപ്പ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും മേജറായിട്ടൊന്നും വരുന്നുണ്ട്.
ഇനി നമുക്ക് അറിയേണ്ടത് എൻ്റെ ഇപ്പോഴത്തെ ഇവർ ചോദിക്കുന്ന വിലയും പിന്നെ ഓഫർ കഴിച്ചിട്ട് ഈ വണ്ടിക്ക് ഇപ്പോൾ വരുന്ന വിലയും. ഓഫർ കഴിച്ചിട്ട് ഇപ്പോൾ പുതിയ വണ്ടിക്ക് വരുന്നത് 1560 ഈ വി ഓപ്ഷൻ പെട്രോൾ മാനുവലിന് ഓഫർ കഴിച്ചിട്ട് ഇപ്പോൾ വരുന്നത് 1560. ഓക്കെ, നമ്മളിവിടെ ചോദിക്കുന്നത് 9,60,000. 960, ഏകദേശം 6 ലക്ഷം രൂപയുടെ മാറ്റം വന്നു കഴിഞ്ഞു അല്ലേ? അത് ഒന്നുകൂടി നമുക്ക് കുറച്ച് കൊടുക്കാം. ചോദ്യമാണ് 960 ചോദ്യമാണ്, മാറ്റം ചെയ്തു തരും. അപ്പോൾ താല്പര്യം ഉണ്ടോ വിളിച്ചോളൂ. മൈലേജ് ഒരു 12-16 റേഞ്ച് മൈലേജ് കിട്ടും. ഹോണ്ട സിറ്റി അതിൻ്റെ ഇടയിലായിട്ട് മൈലേജ് കിട്ടും. നല്ല കംഫർട്ടിൽ കൊണ്ടുനടക്കാൻ പറ്റിയ അടിപൊളി സഡാൻ വണ്ടി അല്ലേ? സഡാനിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മോയിങ് ഹോണ്ട സിറ്റി ഇതിൽ പിടിച്ചിരിക്കുന്ന ലീവല്ലേ? സിറ്റി അമേസ് ഈ രണ്ടും പേരെ ഹോണ്ട പിടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടിയിലോട്ട് പോകാം. ലോൺ മാക്സിമം കയറോ? ലോൺ നമുക്കൊരു 8.5 ലോൺ ചെയ്തു. ഓക്കെ, അടുത്തതാ ഒരു ഡീസൽ സ്വിഫ്റ്റ്, ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്നൊരു വണ്ടി. പഴയ ഷേപ്പാണ്. ഇതിപ്പോൾ പുതിയതായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് നിൽക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ മാർക്കറ്റ് ഫാൻ ബേസ് വേറെയാണ് അല്ലേ? ഓക്കെ, KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനമാണ്. ഫാൻസി നമ്പർ 6060. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2014 മോഡൽ. ഓക്കെ, ഏതാ വീഡിയോ ആണ്? വീഡിയോയിൽ അലോവിലൊന്നും വരില്ല. അഡീഷണൽ അലോവിലും കാര്യങ്ങളൊക്കെ നല്ല അലോയ്സ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഇൻഫോർടൈൻമെന്റ് ആൻഡ്രോയിഡ് അല്ല? പുതിയ കേട്ടോ, വാറണ്ടി ഉള്ളതാണ്. 1 ഇയർ വാറണ്ടി ഇല്ലാന്ന് വിത്ത് ക്യാമറ അടക്കം ചെയ്തതാണ്. റിവേഴ്സ് ക്യാമറ എല്ലാം ചെയ്തതാണ്. സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ വരുന്നത് 85,000 കിലോമീറ്റർ. 87,000 അല്ല? ക്ലെയിമോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല, മേജറായില്ല. മൈനറായിട്ടുള്ള ബമ്പർ മാറാ 14 മോഡലല്ലേ? ചോദിച്ചാണ്. മേജറായിട്ടൊന്നുമില്ല, അത് ഗ്യാരണ്ടിയാ. എല്ലാം വർക്കിംഗ് അല്ലേ? പാർട്സ് എല്ലാം ഒക്കെ വർക്കിംഗ്. AC ഒക്കെ പെർഫെക്റ്റ് അല്ലേ? AC ഒക്കെ നല്ല കൂളിംഗ് ആണ്. ഓക്കെ, എത്ര ഇതിപ്പോൾ ചോദിക്കുന്നത്? ഇത് നമ്മളിവിടെ ചോദിക്കുന്നത് 4,20,000. 420 2014 VDI. ഇത്രയും അഡീഷണൽ ഫീച്ചേഴ്സ് ചെയ്ത വണ്ടിയാണ് ഡീസൽ സ്വിഫ്റ്റ്. നല്ല മൈലേജ്, നല്ല ഓട്ടമുള്ള ആൾക്കാർ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചു. മൈലേജിൽ ആള് സൂപ്പർ. മെയിൻ്റെനൻസ് ആണെങ്കിൽ മാരുതി അല്ലേ, കുറവാണ്. അപ്പോൾ ഓട്ടം കൂടുതലുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോ. അതെ. ഓക്കെ, ലോൺ ഒരു 3.5-3.25. 3.5. അടുത്തത് നല്ല അടിപൊളി ഒരു റാപ്പിഡ് റെഡ് ആൻഡ് ബ്ലാക്ക് ആണ്. KL 7 രജിസ്ട്രേഷൻ. എന്താ പറയുക, ഇപ്പോൾ ഇറങ്ങുന്നില്ല ഈ വാഹനം. ഇറങ്ങിയ സമയത്ത് 17 മുകളിൽ വിലയുള്ള വണ്ടിയാണ്. അന്ന് ഇറങ്ങുമ്പോൾ അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക് കേട്ടോ, DSG ഗിയർ ബോക്സ് വരുന്ന വണ്ടി. ഡീസൽ മൈലേജും ഉണ്ടാവും, പെർഫോമൻസും കിട്ടും അല്ലേ? ഒരു 17 വണ്ടി. മോണ്ടെ കാർലോണ് ഓപ്ഷൻ. ഓക്കെ, ഇന്റീരിയറൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, മോഡല് 2018 മോഡൽ. 18. ഓക്കെ, 18 ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി മോണ്ടെ കാർലോ. കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 80,000 ഓടിക്കുന്നു. 80,000. സർവീസ് ഉണ്ടോ? പ്രോപ്പർ സർവീസ് ഉണ്ട്. ഓക്കെ, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല? വേറെ ക്ലെയിം ഒന്നുമില്ല, മേജറായൊന്നുമില്ല. മൈനറായിട്ടുള്ള ചെറുതൊക്കെ ഉള്ളൂ. ഓക്കെ, സേഫ്റ്റി, പെർഫോമൻസ്, മൈലേജ്, ഇത് മൂന്നും കൂടി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. എത്ര കൊടുക്കുക ഇപ്പോൾ? നമ്മൾ 7.25 കൊടുക്കാം. 7,25,000 രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ഈ ഒരു റാപ്പിഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അന്ന് 17 ലക്ഷത്തിന് മേലെ വില വന്ന വണ്ടിയാണ്. ഇന്ന് ഈ സാധനം ഇറങ്ങുന്നില്ല. പിന്നെ ഇപ്പോൾ എടുക്കണമെങ്കിൽ സ്ലാബ് പോയിട്ട് എടുക്കാം. പക്ഷേ സ്ലാബ് ഇത് എൻ്റെ അതിൽ ഡിഫറെൻ്റ് ആണ് അല്ലേ? രണ്ട് പെർഫോമൻസ്. 1.5 ഡീസലാണ് വരുന്നത്. DSG ഗിയർ ബോക്സ് ആണ്. പിന്നെ വണ്ടിയുടെ കാര്യം പറയണ്ടല്ലോ. അതെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. ലോൺ എത്ര കയറും? 6 ലക്ഷം. നമുക്കൊരു 5.5. 5 നോക്കാം. ഓക്കെ, അടുത്ത വാഗണർ. ഇതിപ്പോൾ ന്യൂ മോഡലിലേക്ക് വരുമ്പോൾ ഷേപ്പും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് മാറി. ഈ ഒരു ടൈപ്പ് നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. KL 57 കൊടുവള്ളി രജിസ്ട്രേഷനാണ്, കോഴിക്കോട് ഇല്ല. ഇതിലാണെങ്കിൽ അഡീഷണൽ നല്ല അടിപൊളി അലോയ്സ് നാളെല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടി ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? 2018-19 മോഡലുണ്ട്. 18 മോഡൽ 19 രജിസ്ട്രേഷൻ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 55,000 കിലോമീറ്റർ ഓടിച്ചുള്ള ലോ കിലോമീറ്റർ വണ്ടി. സർവീസ് ഒക്കെ ഉണ്ട്, പ്രോപ്പർ സർവീസ് ഒക്കെ ഉണ്ട്. പിന്നെ അലോവീസി ഉണ്ട്. ടയർ കാരൊക്കെയാണ് ഫുൾ റെഡുള്ള. ഓക്കെ, ഇന്റീരിയറും ഇന്റീരിയറൊക്കെ പക്കാണ്. ഓക്കെ, ഓട്ടോ എത്രയാണ് പറഞ്ഞത്? 55 ലോ കിലോമീറ്റർ ആണ്. 55. ഒരു ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. ഓപ്ഷൻ VXi. ഓക്കെ, അന്നത്തെ ടോപ്പിൻ്റെ വാഹനമാണ്. 18 മോഡൽ 19 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. എത്ര കൊടുക്കുക ഇത്? 4,25,000 രൂപയാണ് ഇപ്പോൾ ഇതിന് ചോദിക്കുന്നത്. അഡീഷണൽ 4 അലോയ്സ് ഒക്കെ ചെയ്തേക്കുന്ന വണ്ടിയാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. ലോണൊക്കെ നമുക്ക് മാക്സിമം ചെയ്യാം. മാക്സിമം 3.25 കയറിയിരിക്കും അല്ലേ? 3.25 അടുത്ത് വരെ ലോൺ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ഒരു ചെറിയ സെഗ്മെൻറ്റ് തപ്പി നടക്കുന്നുണ്ടെങ്കിൽ വിളിക്കാം. അടുത്ത വണ്ടി
ഇതിൽ പിന്നെ GST ഒന്നും കുറയാനില്ല, സാധനമേ ഇല്ല അല്ലേ? എക്കോ സ്പോർട്ടാണ്, ഫോൺ എക്കോ സ്പോർട്ട് KL 11 കോഴിക്കോട് വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2018 മോഡല്, രജിസ്റ്റർ ഒക്കെ വരുന്നത് 19 ഓ 18 മോഡൽ 19 രജിസ്ട്രേഷൻ ഉണ്ട്. അന്ന് ഇറങ്ങി ഫുൾ ഓപ്ഷൻ വണ്ടി, പെട്രോൾ ഓട്ടോമാറ്റിക്. ടൈറ്റാനിയം പ്ലസ് എന്ന് പറയുമ്പോൾ 6 എയർ ബാഗും എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. സേഫ്റ്റി വൈസും എല്ലാം പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരും. ഓക്കെ. പെട്രോൾ മാനുവലാ? പെട്രോൾ മാനുവൽ. മാനുവലാ ഓട്ടോമാറ്റിക്? ഓട്ടോമാറ്റിക്കാ. ഓക്കെ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല, ഒന്നും സംഭവിച്ചില്ല അല്ലേ? ഓക്കെ. കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സും ഉണ്ട്. എത്ര ഓട്ടം പോയത്? 80,000. 80,000. 18 മോഡൽ 19 രജിസ്ട്രേഷൻ, ടോപ്പ് എൻഡ്, പെട്രോൾ ഓട്ടോമാറ്റിക്, എക്കോ സ്പോർട്ടാണ്. മൈലേജ് ഒരു 10 to 14 ആ റേഞ്ച് കണ്ടാൽ മതി. 10-14 മാക്സിമം കണ്ടാൽ മതി. പക്ഷേ ആ കംഫർട്ട്, ഡ്രൈവിംഗ് കംഫർട്ട്, സേഫ്റ്റി എല്ലാം കൂടെ വരുന്ന ഒരു സാധനമാണ്. പിന്നെ ഫോണിൻ്റെ സർവീസ് സെൻ്റർ ഇപ്പോഴും ഉണ്ട്, എല്ലാവർക്കും അറിയാം. അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം, ഹിസ്റ്ററി എടുക്കാം, ഒക്കെ പറ്റും അല്ലേ? സെക്കൻഡ് ഓണർ ആട്ടോ വണ്ടി. ഓക്കെ. എത്രയാ ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മളിവിടെ ചോദിക്കുന്നത് 6,15. 6,25,000 രൂപയ്ക്ക് 18 മോഡൽ 19 രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് ഈ ഒരു എക്കോ സ്പോർട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഏകദേശം നമുക്കൊരു 5.25-5.5 ആ റേഞ്ച് കിട്ടും. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ MG ഹെക്ടർ ആണ്, KL 20 രജിസ്ട്രേഷൻ വാഹനം. ഒരു വൈൻ റെഡ് കളറാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2020 മോഡൽ. ഓക്കെ. KL 20 2020 അല്ലേ? 2 ലിറ്റർ ആണ് കേട്ടോ വണ്ടി വരുന്നത്. 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഏതാ ഓപ്ഷൻ? സ്മാർട്ട് മിഡിൽ ഓപ്ഷൻ. മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത്. സൺറൂഫ് കാര്യങ്ങളൊന്നും വരില്ല. അല്ല, ഒന്നും വരില്ല. പുഷ് ബട്ടൺ വരും. പുഷ് ബട്ടൺ വരും. അലോയ്സ്, സീറ്റ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റിംഗ് വരാം. അതൊക്കെ വരുന്നുണ്ടല്ലോ. 75,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 20 മോഡൽ ഡീസലിൽ 75,000 കിലോമീറ്റർ. നോർമൽ ഔട്ടാണ്, ഡീസൽ വണ്ടി സംബന്ധിച്ചൊരു നോർമൽ ഔട്ടാണ്. ഫുൾ സർവീസ് ഉണ്ടോ? ആ സർവീസ് ഹിസ്റ്ററൊക്കെ ആണ്, പ്രോപ്പറാണ്. മൈലേജ് ഒരു 14-15 ഒക്കെ കിട്ടും. 15-16 കിട്ടും. അത്രയും കിട്ടുന്നുണ്ട്. ഓക്കെ. എത്ര കൊടുക്കാത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 11 ലക്ഷം. 11 ലക്ഷം. പുതിയനിപ്പോൾ ഇത് ഇറങ്ങിയ സമയത്ത് 24 സംതിങ് വില ഉണ്ട്. ഇപ്പോൾ 22 സംതിങ്. ഇപ്പോൾ 22 സംതിങ് അല്ലേ? ഇപ്പോൾ ചോദിച്ചെത്ര? 11 ലക്ഷം. 11 ലക്ഷത്തിന് നിങ്ങൾക്ക് ഈ ഡീസൽ MG കൊണ്ടുപോകാം. 2020 മോഡലാണ്. അപ്പോൾ താല്പര്യം ഉണ്ട് എന്തായാലും വിളിച്ചോ. മാക്സിമം ലോൺ കിട്ടുമോ? കിട്ടും. മാക്സിമം ചെയ്ത് കൊടുക്കണം. ഫുൾ ലോണിൻ്റെ മൈലേജും ഉണ്ട്. അതാ പറഞ്ഞത്, ഫുൾ ലോൺ അടുപ്പിച്ച് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ടല്ല. നോക്കാം. നല്ല കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഒരു 10 ഒരു 50 ഒക്കെ ഡൗൺ എടുത്തിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അടുത്തത് ഒരു ക്രെറ്റ KL 72 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ടോപ്പ് എൻഡ് അല്ല അല്ലേ? ടോപ്പ് എൻഡ് അല്ല, എസ് വേരിയൻ്റ് ആണ്. മിഡാണ്. സൺറൂഫ് വരില്ല, സീറ്റ് വെന്റിലേഷൻ, വയർലെസ് ചാർജർ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. പുഷ് ബട്ടൺ വരും. അലോയ്സ് വരുന്നില്ല. വീൽ കപ്പാണല്ലേ? വീൽ കപ്പ് വരാം. ഓക്കെ. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2021 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. പെട്രോൾ ക്രെറ്റയാണ്. 57,000 കിലോമീറ്റർ ഓടിക്കുന്നു. 57,000 21 മോഡലാണ്. ഓക്കെ. വണ്ടിക്ക് 15,85 വരുന്നുണ്ട്. 15,85 ഓഫർ കഴിഞ്ഞിട്ട് GST കഴിഞ്ഞിട്ട്. ഇതിപ്പോൾ എത്ര ചോദിക്കുന്നത്? നമ്മളിവിടെ ചോദിക്കുന്നത് 10 ലക്ഷം. 10 ലക്ഷത്തിന് 2021 ക്രെറ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. എസ് ഓപ്ഷനാണ്, മിഡിൽ ഓപ്ഷൻ വണ്ടി. അപ്പോൾ ലോൺ ഒരു 9 ലക്ഷത്തിന് മേലെ കിട്ടും. അത് കിട്ടും, ചാൻസ് ഉണ്ട്. ഒരു 9 ലക്ഷം വരെ നമ്മൾ ലോൺ നോക്കാം. 9ന്റെ മുകളിലേക്ക് നല്ല പ്രൊഫൈലാണ് നമ്മൾ നോക്കാം. ഓക്കെ. പെട്രോളാണ്. മൈലേജ് ഒരു 10-14 15 കിട്ടുന്നുണ്ട് തോന്നുന്നല്ലേ പെട്രോളിൽ? അതിൽ നമ്മളെ ഓരോരുത്തർ ഡ്രൈവിംഗ് ആണല്ലോ. കമ്പനി 18 ഒക്കെ പറയുന്നുണ്ട്. അത് നോക്കണ്ട. 15 ഒക്കെ എന്തായാലും 15-16 കിട്ടുന്നുണ്ടെന്ന് പറയണ്ടേ? ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ക്രെറ്റ തന്നെ, ബ്ലാക്ക് കളർ, സെയിം KL 58 രജിസ്ട്രേഷൻ ആണ്, തലശ്ശേരി വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2023 വണ്ടിയാണ്, സിംഗിൾ ഓണർ. ഓക്കെ. 80,000 കിലോമീറ്റർ ഓടിക്കുന്നു. ഡീസൽ ആട്ടോ വണ്ടി. ഡീസൽ 1.5 ഡീസലാണ് വരിക. അപ്പോൾ മൈലേജ് ഉണ്ടാവും ഒരു 16-18 റേഞ്ച് മൈലേജ് കിട്ടും. 18-20 ഒക്കെ കിട്ടും. നല്ല മൈലേജാണ്. ഓക്കെ. 1.5 നല്ല മൈലേജ് കിട്ടുന്നൊരു വണ്ടി നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ എടുക്കാം. ബേസ് ഓപ്ഷൻ എന്ന് പറഞ്ഞ കാര്യമില്ല, ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതിൽ സ്ക്രീനും കാര്യമൊക്കെ വരുന്നുണ്ട്, എല്ലാം വരും. മിറർ അഡ്ജസ്റ്റ്മെൻ്റ് അടക്കം വരും. പിന്നെ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അടിപൊളി ഒരു സീറ്റ് കവർ അല്ല. എത്ര ഇതിപ്പോൾ ചോദിക്കുന്നത്? 11,75. ഓക്കെ. ഫുൾ സർവീസ് ഇല്ലേ? ഫുൾ സർവീസ് ഉണ്ട്. 11,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഡീസൽ ക്രെറ്റ കൊണ്ടുപോകാം. ലോൺ എത്ര കിട്ടും? ലോൺ നമുക്കൊരു 10 ലക്ഷത്തി 10-10 ലോൺ ചെയ്യാം. ഇപ്പം പുതിയ എത്ര വരുന്നുണ്ട്? പുതിയതിന് 16,000 ചില്ലറ വരും. 16 ചില്ലറ ഉണ്ട് അല്ലേ? ഓക്കെ. GST കഴിഞ്ഞിട്ടുള്ള റേറ്റാണ് പറഞ്ഞത്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. മഹീന്ദ്ര ഥാർ
ഒന്ന് റൂഫൊന്നും ഇല്ലാണ്ട് ഒന്ന് കറക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ സാധനമാണ്. സോഫ്റ്റ് ടോപ്പാണ് വരുന്നത്. KL 32 രജിസ്ട്രേഷനാണ്, ചേർത്തല. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2021 മോഡൽ, ആ സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. 45,000 കിലോമീറ്റർ മാത്രമേ ഓടിക്കുള്ളൂ. ഓക്കെ. ഇതിന് പ്രത്യേകത എന്താ അറിയോ? 2000 cc ആണ്. 2 ലിറ്റർ എഞ്ചിനാണ് അല്ലേ? 2 ലിറ്റർ എഞ്ചിനാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പവർഫുൾ ആണ് വണ്ടി. പവർഫുൾ എഞ്ചിനാണ്. 4 വീലാണ്, മാനുവൽ ആണ്. 4 വീൽ മാനുവൽ 2 ലിറ്റർ എഞ്ചിൻ വരുന്ന കാറാണ്. സോഫ്റ്റ് ടോപ്പ് ആണ് വരുന്നത്. ഇപ്പോൾ സോഫ്റ്റ് ടോപ്പ് ഇറങ്ങുന്നില്ല, ഇപ്പൊ ഇറങ്ങുന്നില്ല. ഇപ്പൊ ഹാർഡാണ് ഇറങ്ങുന്നത്. അന്ന് ഈ വണ്ടി ഇറങ്ങുമ്പോൾ ഇതിന് 18 ലക്ഷം രൂപ വില, അന്നത്തെ വില. ഓക്കെ. ഇപ്പോൾ 4 വീൽ മാനുവലിന് എത്ര വരുന്നുണ്ട്? ഇപ്പം 4 വീൽ മാനുവലിന് വരുന്ന ഹാർഡ് ടോപ്പിന് 19 സംതിങ് വരുന്നു. ഹാർഡ് ടോപ്പ് ഇത് കഴിഞ്ഞിട്ടുള്ള വില, ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ള. നമുക്ക് ഇത് എത്ര കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കുന്നത് 12.5 ലക്ഷം. 12,50,000 രൂപയ്ക്ക് അല്ലേ? ഓക്കെ. 2021 മോഡൽ, 45,000 കിലോമീറ്റർ ഓടിയ നമ്മളെ ബീച്ചിൽ കൂടെ അല്ലേ ഇങ്ങനെ ഓപ്പണാക്കി പോകുമ്പോൾ തന്നെ വേറെ ഓക്കെ. അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ടോപ്പ് നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം. 12 പെട്ടെന്ന് വിളിച്ചോളി. കുറച്ച് വണ്ടി ഉള്ളത്, 2 ലിറ്റർ എഞ്ചിനുമാണ് വരുന്നത്. അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോളൂ. ലോൺ എത്ര കയറും? ഒരു 11 ലക്ഷം എന്തായാലും ചെയ്യാൻ പറ്റും. ഒരു 1-2 അടുത്തൊക്കെ എന്തായാലും. ഓക്കെ. അടുത്ത ഹ്യുണ്ടായി എക്സ്ട്രാ ആണ്. KL 18 വടകര രജിസ്ട്രേഷനാണ്. ഒരു ഹാഷ് ബാക്ക് അല്ലെങ്കിൽ ക്രോസ് ഓവർ സെഗ്മെന്റ് എന്ന് വിളിക്കാൻ പറ്റിയ വണ്ടി അല്ലേ? 2023 മോഡൽ, സിംഗിൾ ഓണർ വണ്ടി, ഓട്ടോമാറ്റിക് കേട്ടോ. ഓട്ടോമാറ്റിക് അല്ല? ഇത് 32,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. 23-ന് 32,000. ഓക്കെ. ഏതാ വരിക? AT ആണോ AMT ആണോ? AMT തന്നെയാണ്. ഓക്കെ. AMT ഗിയർ ബോക്സ് ആണ്. അപ്പോൾ 12-15 റേഞ്ച് ഏകദേശം മൈലേജ് കണക്കാക്കാം. 12 മുതൽ 15-ന്റെ ഉള്ളിൽ വരെ നോക്കാം. ഏത് ഓപ്ഷൻ വരുന്നില്ല? ഓപ്ഷൻ വരുന്നത് SX ആണ് അല്ലേ? ഓക്കെ. സൺറൂഫ് അടക്കം വരുന്ന സൺറൂഫ് ഉണ്ടാവും. കീ സ്റ്റാർട്ട് ഒക്കെ വരാം കേട്ടോ. മറ്റേ പുഷ് ബട്ടൺ വരില്ല, അലോവിലും വരില്ല. അലോവിലും വരുന്നത്. ഓക്കെ. സൺറൂഫ് വരുന്നുണ്ട്. ഓക്കെ. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? 0 ക്ലെയിം. വാറണ്ടി ഇപ്പൊ എത്ര വരിക? വാറണ്ടി 23 വണ്ടിയല്ലേ? 2026 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. എക്സ്ട്രാ ഓട്ടോമാറ്റിക് SX. എത്ര കൊടുക്കുക ഇത്? പുതിയ വണ്ടിക്ക് 10-30 വില. ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള വില? കഴിഞ്ഞിട്ടില്ല, GST കഴിഞ്ഞിട്ടില്ല. ആദ്യം 11-30 വില. 1 ലക്ഷം മാറ്റം വന്നു അല്ലേ? മാറ്റം വരും. 1 ലക്ഷം മാറ്റം വന്നു. ഓക്കെ. നമ്മളൊക്കെ വണ്ടി എടുത്തത് അതിന്റെ മുമ്പ് ഇരുന്ന് ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഇപ്പോ. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോ ഇതിനിപ്പോ ചോദിക്കുന്നത് 8 ലക്ഷം രൂപയാണ്. 8 ലക്ഷമാണ് ചോദ്യം. ഓക്കെ. അത് നമുക്ക് ചെയ്തു കൊടുക്കാം. എന്തൊക്കെ മാറ്റം ചെയ്ത് കൊടുക്കാം? ഓക്കെ. മാറ്റം തരുന്നുണ്ട്. എന്തായാലും പുതിയ വണ്ടിക്ക് 10-30 വില വരുന്നത്. ഓക്കെ. അപ്പോൾ താല്പര്യമായിട്ട് എന്തായാലും വിളിക്കാം. ലോൺ ഒരു 7.5 ലോൺ ഒരു 7 ലക്ഷം ലോൺ വാങ്ങി കൊടുക്കാം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫുൾ ലോൺ തന്നെ ഏകദേശം ഫുൾ ലോൺ തന്നെ കയറാൻ ചാൻസ് ഉള്ള വാഹനമാണ്. അപ്പോൾ താല്പര്യമായിട്ട് വിളിച്ചോളൂ. അടുത്ത വണ്ടി ഹ്യുണ്ടായി വെന്യൂ, ഏറ്റവും ന്യൂ ഷേപ്പ് എന്ന് വെച്ചാൽ ഈ വർഷം ഇറങ്ങിയ വണ്ടി. 25 മോഡലാണ്. KL 76 രജിസ്ട്രേഷൻ, കോഴിക്കോട് നന്മണ്ട രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ടോപ്പിൻ്റെ ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ SXO ടർബോ DCT 1 ലിറ്റർ ടർബോ DCT അല്ലേ? ഓക്കെ. ഓട്ടോമാറ്റിക് ആണ്. ടർബോ ഓട്ടോമാറ്റിക് വരുന്ന വാഹനമാണ്. കിലോമീറ്റർ ആണെങ്കിലും കുറവാണ്. ആകെ 7000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. 7000. ഓക്കെ. 7000. ഇപ്പോൾ ഈ വർഷം 2025 ഫെബ്രുവരിയിൽ ഇറക്കിയ വണ്ടിയാണ്. അപ്പോൾ 28 ഫെബ്രുവരി വരെ അണ്ടർ വാറണ്ടിയിലായിരിക്കും അല്ലേ? കമ്പനി വാറണ്ടിയിൽ. അന്ന് ഇറങ്ങുമ്പോൾ 15-ന്റെ മുകളിൽ വണ്ടിക്ക് വില ഉണ്ട്. ഇന്നിപ്പോൾ GST ഇതൊക്കെ കൂടി ആക്കിയിട്ട് 14,76 അടുത്താണ് പുതിയതിൻ്റെ വില. 14,76 ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. GST കഴിഞ്ഞിട്ടുള്ള വിലയാണ് 14,76. ഈ ടോപ്പിൻ്റെ SXO DCT ഓട്ടോമാറ്റിക്കിൻ്റെ വില വരുന്നത് 14,76. ഇപ്പം നമ്മൾ ഇതിന് എത്ര ചോദിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നത് 12,900 12,900. നിങ്ങളുടെ വണ്ടി ഇല്ല? ഞങ്ങൾ അല്ല, പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. ഓക്കെ. 12,900 ചോദിക്കുന്നത്. അത് ഒന്നുകൂടി ഒരു കുറച്ച് കിട്ടും. പിന്നെ ഇപ്പോൾ GST ഒക്കെ പെട്ടെന്നല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. എല്ലാവരും ഇതും അതേമാതിരി ആയിരിക്കും ഇപ്പോൾ. ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ലോണൊക്കെ നമുക്ക് മാക്സിമം ചെയ്യാം. 25 വണ്ടിയല്ലേ, ഒരു 12 ചെയ്യാം. ഓക്കെ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഹ്യുണ്ടായി വെന്യൂ ആണ്. ഒരു റെഡ് കളർ വെന്യൂ. ഇപ്പോഴത്തെ ലാസ്റ്റ് ഷേപ്പ് തന്നെ അല്ലേ? അതെ, ലേറ്റസ്റ്റ് ഷേപ്പാണ് വരുന്നത്. ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2023 മോഡൽ. 23 സിംഗിൾ ഓണർ വണ്ടിയാണ്. അപ്പോൾ വാറണ്ടി തന്നെ തന്നെയാണ്. 45,000 കിലോമീറ്റർ ആകെ ഓടിക്കുള്ളൂ. ഓക്കെ. 45,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വാഹനം. S വേരിയന്റ് ആട്ടോ വരുന്നത്. S മാനുവൽ 1.2 പെട്രോൾ. 1.2 പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനമാണ്. ഈ വണ്ടി പാർക്ക് ആൻഡ് സെയിലാണ് കേട്ടോ. പാർക്ക് ആൻഡ് സെയിൽ. ഓക്കെ. പുതിയ വണ്ടിക്ക് അറൗണ്ട് 10-12 അടുത്ത് വില ഉണ്ട്.
GST കഴിഞ്ഞിട്ട് എസ് ഓപ്ഷൻ അല്ല, ഓപ്ഷൻ എസ് മാനുവലിന് 10-12 GST കഴിഞ്ഞിട്ടുള്ള പുതിയ വണ്ടീൻ്റെ വില. ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നവർ? അവർ ചോദിക്കാൻ പറഞ്ഞത് 8 ലക്ഷമാണ്. നെഗോഷിയേറ്റ് ആണ്, നെഗോഷ്യബിൾ ആണ്. അതെ, ഓക്കെ. 8 ലക്ഷം ചോദിക്കുന്നു. നമുക്ക് പാർട്ടിയുടെ അടുത്ത് ചോദിച്ച് എന്തെങ്കിലും വില മാറ്റം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. മൈലേജ് ഒരു 12-15 റേഞ്ച് മൈലേജ് കിട്ടും. മാനുവൽ വാഹനമാണ്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വണ്ടിയാണ്. മിറർ അഡ്ജസ്റ്റ്മെൻ്റ് അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ. ലോണ് എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? ലോൺ നമുക്കൊരു 7 ലോൺ ചെയ്യാം. 7 to 7.5 അതിൻ്റെ ഉള്ളിൽ ലോൺ സൗകര്യം ലഭിക്കുന്നൊരു വാഹനമാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് കാണിച്ച വണ്ടികളെ പറ്റി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോയൽ കാസൻ നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ട് ആ നമ്പറിലേക്ക് വിളിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു ബ്രോ. ബൈ.